ശ്രീഭൂതനാഥ് ഗീതയിൽ സ്വാമി അയ്യപ്പൻ സ്വന്തം വളർത്തച്ഛനായ രാജാശേഖര രാജാവിന് നൽകുന്ന ഉപദേശം ഭൂമിയിൽ ഓരോ മനുഷ്യജീവിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ശ്രീ ഭൂതനാഥ സ്വാമിയുടെ ജന്മരഹസ്യവും മഹത്വവും അഗസ്ത്യ മഹർഷിയിൽ നിന്നും അറിഞ്ഞ് രാജശേഖര രാജന്റെ മനസ്സ് സമ്മിശ്രവികാരങ്ങളാൽ വിങ്ങി. പുത്രനെന്നുള്ള വാത്സല്യവും ഈശ്വരനെന്നുള്ള ഭക്തിയും ഇത്രയും കാലം തന്റെ അടുത്ത് ഉണ്ടായിട്ടും ആ താരക ബ്രഹ്മത്തിനെ തിരിച്ചറിയാതെ പുത്രനെന്ന ഭാവത്തിൽ കണ്ടല്ലോ എന്ന ഖേദവും, എന്നാൽ തനിക്ക് പുത്രനായി ഈശ്വരൻ വന്ന് അവതരിച്ചല്ലോ എന്ന സന്തോഷവും രാജാവിന്റെ ഹൃദയത്തിൽ അലയടിച്ചു. ഇത്രയും കാലം പുത്രനായി താൻ കണ്ടിരുന്ന കുമാരൻ സാക്ഷാൽ ഈശ്വരൻ തന്നെ എന്ന് തിരിച്ചറിഞ്ഞ് രാജശേഖർ രാജൻ സംസാരസാഗരത്തിൽ നിന്നും തന്നെ കരകേറ്റി അനുഗ്രഹിക്കണം എന്ന് മണികണ്ഠകുമാരനോട് പ്രാർത്ഥിച്ചു. രാജാവിന്റെ ഭക്തിയിൽ സംപ്രീതനായ കുമാരൻ സംസാരസാഗരത്തിനെ കടക്കുവാൻ ഏതൊരു വ്യക്തിയെയും പ്രാപ്തമാക്കുന്നു. വേദാന്തരഹസ്യങ്ങൾ പിതാവിന് നൽകി. മണികണ്ഠകുമാരൻ സ്വന്തം അച്ഛൻ നൽകിയ ഉപദേശങ്ങൾ ശ്രീഭൂതനാഥ ഗീതയായി ശ്രീമദ് അയ്യപ്പഭാഗവതത്തിൽ കൂടി നമുക്കും നൽകപ്പെട്ടിരിക്കുന്നു. അയ്യപ്പസ്വാമി പിതാവിന് നൽകിയ ഉപദേശങ്ങൾ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ മനസ്സ് എപ്പോഴും ചുറ്റും കാണുന്ന വിഷയങ്ങളിൽ, അതായത് ഭൗതിക വിഷയങ്ങളിൽ വ്യാപരിക്കുന്നു. ലൗകിക വസ്തുക്കളിലും ചിന്തകളിലും മുഴുകിക്കഴിയുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളോടും വ്യക്തികളോടും വസ്തുക്കളോടും താൽപ്പര്യവും സ്നേഹവും ബന്ധവും നമുക്ക് തോന്നുന്നു. എന്നാൽ ഇഷ്ടമില്ലാത്തവയോട് ഒരു തരം താൽപ്പര്യക്കുറവും ചിലപ്പോൾ ദേഷ്യഭാവവും നാം മനസ്സിൽ കൊണ്ട് നടക്കുന്നു. മനസ്സിന്റെ ഈ രണ്ട് സ്വഭാവ സവിശേഷതയാണ് രാഗവും ദ്വേഷവും. അതുപോലെ തന്നെ നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ കഴിവുകൾ മൂലം നടക്കുന്നു എന്ന അഭിമാനവും, നമ്മുടെ പ്രവൃത്തികൾക്ക് ഫലം ഇന്ന രൂപത്തിൽ കിട്ടണം എന്ന വ്യാകുലതയും മനസ്സിൽ ഉണ്ടാവുന്നു. ഈശ്വരനെ മറന്ന് ഇത്തരം ചിന്തകളിൽ മാത്രം മുഴുകുന്ന മനസ്സ് സദാ ചഞ്ചലവും വ്യാകുലവും ആയി കർമ്മങ്ങളിൽ നിന്നും കർമ്മങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. കർമ്മവും കർമ്മഫലങ്ങളും ആവർത്തിക്കുമ്പോൾ അവ നിവർത്തിക്കുവാനായി വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടിവരുന്നു. ഭക്ഷണം കഴിക്കാതെ വിശപ്പടക്കുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ കർമ്മവാസനകൾ ഉള്ളിടത്തോളം കാലം ജന്മങ്ങൾ എടുത്തേ പറ്റൂ. കർമ്മനാശം സംഭവിക്കുമ്പോൾ, അതായത് കർമ്മങ്ങൾ ഒടുങ്ങുമ്പോൾ, ജനനമരണ ചക്രവും അവസാനിക്കുന്നു. ഈശ്വരബുദ്ധി നിലനിർത്തി ഭഗവാനിൽ മനസ്സ് അർപ്പിച്ചു ധർമ്മത്തിലൂന്നി ഫലകാംക്ഷ കൂടാതെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെല്ലാം ഈശ്വരന്റെ ഇച്ഛയാണെന്നും കാണുന്നതെല്ലാം ഈശ്വരാംശമാണെന്നും നമുക്ക് ബോധ്യം വരുന്നു. നിർമ്മല ബ്രഹ്മത്തിൽ മനസ്സ് ഏകാഗ്രമാക്കി നിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ കർമ്മങ്ങൾ അടങ്ങി സംസാരസാഗരത്തിൽ നിന്നും മുക്തി നേടുവാൻ നാം പ്രാപ്തരാക്കുന്നു. ശർക്കരയുടെ മാധുര്യം അതിന്റെ സ്വഭാവമാണ്. ശർക്കരയും അതിന്റെ മധുരവും രണ്ടായി നിർവചിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണോ ശർക്കരയും അതിന്റെ മധുരവും ഒന്നായി ഇരിക്കുന്നത്, അതുപോലെ നമ്മുടെ മനസ്സ് ബ്രഹ്മത്തിൽ ഭഗവത് ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോൾ കർമ്മങ്ങൾ എല്ലാം നിഷ്കാമമായി തീരുകയും കർമ്മനാശവും അതിലൂടെ ജനനമരണ ചക്രത്തിൽ നിന്ന് മുക്തിയും ലഭിക്കും. ജീവിതത്തെക്കുറിച്ച് യാതൊരറിവും ഇല്ലാതെയാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ജനിക്കുന്നതിന് മുൻപ് നാം എവിടെയായിരുന്നു എന്നോ മരിച്ചുകഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നോ നമ്മൾക്ക് അറിയില്ല. അങ്ങനെ ഒരുതരം അനിശ്ചിതത്വത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് നിത്യനും നിർമ്മലനും നമ്മുടെ നിലനിൽപ്പിനാധാരവും ആനന്ദസ്വരൂപനുമായ അയ്യപ്പനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഏറിയാൽ 100 വയസ്സുവരെയുള്ള ആയുസ്സിൽ പകുതിയും രാത്രിയായി കടന്നു പോകുന്നു. പിന്നീടുള്ള പകുതിയിൽ നിന്നും ബാല്യവും വാർദ്ധക്യവും കുറച്ചുകഴിഞ്ഞാൽ യൗവനകാലം മാത്രമാണ് തന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു മനുഷ്യൻ ഉള്ളത്. എന്നാൽ ഈ കാലഘട്ടം സംസാരചക്രത്തിലെ സുഖദുഃഖങ്ങളിൽ പെട്ട് തിരക്കിട്ട് കഴിഞ്ഞു പോകുന്നു. വളരെ ദുർലഭമായി കിട്ടുന്ന മനുഷ്യജന്മത്തിൽ അയ്യപ്പചിന്തയും തത്വവിചാരവും കൊണ്ട് സദ്വാസനകളെ വളർത്തി ആന്തരിക സ്വാതന്ത്ര്യം അഥവാ മോക്ഷം സമ്പാദിക്കുവാനുള്ള വിവേകം നേടുന്നവരാണ് സുകൃതികൾ. ഈയൊരു ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായിട്ടാണ് അയ്യപ്പ തത്വദർശനവും ശബരിമല വ്രതചര്യകളും നമ്മുടെ പൂർവികരായ ഋഷീശ്വരന്മാർ വിഭാവന ചെയ്തത്. കഥകൾക്കും ആചാരങ്ങൾക്കും ഒപ്പം അതിന്റെ പിറകിലുള്ള തത്വങ്ങൾ മനസ്സിലാക്കി സമർപ്പണ ഭാവത്തോടു കൂടി ആചരിക്കുമ്പോൾ സർവേശ്വരനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഭക്തർക്ക് ലഭ്യമാകും.